ഔട്ടില് മൂന്നാമത്തെ കോസ് ഔട്ട്കമ്മിൽ ആർ എൽ പാരലൽ ആവുമ്പോൾ RLC പാരലൽ സർക്യൂട്ട് ആവുമ്പോഴുള്ള പ്രോബ്ലം ആണ് നോക്കുന്നത്. തന്നിരിക്കുന്നത് ഒരു Z1 എന്ന് പറയുന്ന വാല്യൂ 10J15 തന്നിട്ടുണ്ട്. അതിനെ പോളാർ ഫോമിലേക്ക് മാറുന്നു. ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ്. √10² + 15² tan ഇൻവേഴ്സ് 15/10. വാല്യൂ എന്ന് പറയുന്നത് അടുത്തത് Z2 എന്ന് പറഞ്ഞാൽ 6 - J8. അതിനെ അതേമാതിരി തന്നെ √R² + 8² tan ഇൻവേഴ്സ് -8/6. വാല്യൂ 10 ആംഗിൾ -53.1 ഡിഗ്രി. രണ്ട് ബ്രാഞ്ചാണ്. ടോട്ടൽ കറണ്ടാണ് തന്നിരിക്കുന്നത് 15 ആംബിയർ. ആംഗിൾ 0 ആണ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ Z1 × Z2 / Z1 + Z2 ആണ്. ഗുണിക്കാൻ എളുപ്പം പോളാർ ഫോമുകളാണ്. 18 ആംഗിൾ 56.3 × 10 ആംഗിൾ -53.1. 10 കൂട്ടണം J15 6 - J8. കൂട്ടാൻ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? പോളാർ ഫോമിൽ പറ്റാത്തത് കൊണ്ട് അതിനെ എന്തിൽ തന്നെ ഇട്ട് റെക്ടാങ്കുലർ ഫോമിൽ തന്നെ ഇട്ട് 18നെ 10 കൊണ്ട് ഗുണിച്ചാൽ 180. ആംഗിൾ എന്ന് പറയുന്നത് 56.3 -53.1 ഡിഗ്രി കുറയ്ക്കുന്നു. 10നോട് 6 കൂട്ടിയാൽ 16. 15ൽ നിന്ന് 8 കുറച്ചാൽ 7. ഇപ്പം 180 ആംഗിൾ 3.9. 16 J6. അതിനെ വീണ്ടും റെക്ടാങ്കുലർ പോളാർ ഫോമിലേക്ക് മാറ്റുന്നു. അതായത് 16² + 7² tan ഇൻവേഴ്സ് 7/16. അപ്പോൾ വാല്യൂ വരുന്നത് 180 ആംഗിൾ 3.9 3.2ൽ നിന്ന് 180 ആംഗിൾ 3.2 ഡിവൈഡഡ് ബൈ 16ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും 17.4 23.6. അപ്പോൾ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ 180/17.4 10.3 ആംഗിൾ 3.2 മൈനസ് 23.6 മൈനസ് 20.4 ടോട്ടൽ ഇമ്പിഡൻസ് ആയി. ഇനി ഓരോ ബ്രാഞ്ചിലെയും അതിന് മുമ്പ് ടോട്ടൽ വോൾട്ടേജ് കാണുന്നു. I × Z. I എന്ന് പറയുന്നത് 15 ആംഗിൾ 0. 10.3 ആംഗിൾ -20.4. 15നെ 10.3 കൊണ്ട് ഗുണിച്ചാൽ 184.5. ആംഗിൾ എന്ന് പറയുന്നത് 0ൽ നിന്ന് -20.4 കുറച്ചാൽ -20.4 ഡിഗ്രി. അപ്പോൾ അപ്ലൈഡ് വോൾട്ടേജായി. അപ്ലൈഡ് വോൾട്ടേജിനെ ഇമ്പിഡൻസ് Z1 കൊണ്ട് ഗുണിച്ചാൽ ഒരു ബ്രാഞ്ചിലെ കറണ്ട് ത്രൂ ഫസ്റ്റ് ബ്രാഞ്ച് I1 V / Z1. V എന്ന് പറയുന്നത് 154.5 ആംഗിൾ -20.4 ഡിവൈഡഡ് ബൈ 18. ഫസ്റ്റ് 18 ആംഗിൾ 53.3. 154.5നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8.58 -20.4 -56.3 രണ്ടും കൂടെ ചെയ്യുമ്പം 8.58 മാഗ്നിറ്റ്യൂഡും -27.4 ഡിഗ്രിയും കിട്ടും. ബ്രാഞ്ച് 5 എന്ന് പറയുന്നത് -27.4 ആണ് കറണ്ടിൻ്റെ ആംഗിൾ. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ. അടുത്തത് I2 എന്ന് പറഞ്ഞാൽ V / Z2 ആണ്. 10 ആണ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 15.45 ആംഗിൾ എന്ന് പറഞ്ഞാൽ -20.4 -53.1 മുകളിലോട്ട് എത്തുമ്പോൾ +53.1 15.45 ആംഗിൾ ഇത് രണ്ട് കുറയ്ക്കുമ്പോൾ 32.7 ഡിഗ്രിയാണ്. അടുത്തത് 5 എന്ന് പറഞ്ഞാൽ 32.7 ഡിഗ്രി. എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. കറണ്ട് എന്ന് പറയാം. Iനെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്.
കാരണം ഐൻ്റെ ആംഗിൾ 0 ആണ്. അതുകൊണ്ടാണ് ഐനെ റെഫറൻസ് ആക്കി എടുത്തിരിക്കുന്നത്. ഐ എന്ന് പറയുന്ന വാല്യൂ 15, 15-നനുസരിച്ചുള്ള ഒരു മാഗ്നിറ്റ്യൂഡ്. അതിൽ നിന്ന് വി എന്ന് പറയുന്ന വോൾട്ടേജ് -20.4 താഴേക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മൈനസ് വരുന്നത് I1-നാണ് 77.4. സോ I1 8.85. അതിനേക്കാളും കുറച്ചുകൂടി നീളത്തിൽ I2, ദാറ്റ് ഈസ് 15.45. ആംഗിൾ എന്ന് പറഞ്ഞാൽ 37.2. അതിനെ റെഫറൻസ് ആക്കി എടുക്കാനുള്ള കാരണം പാരലൽ ആണെങ്കിലും കറണ്ട് തന്നിരിക്കുന്നത് 0 ആംഗിൾ ആയിട്ടാണ്. I15 ആംഗിൾ 0 ആയിട്ടാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.